ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വെർട്ടിക്കൽ ബോംബയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഞാനുള്ളത് സബർബൻസിൻ്റെ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്ന ബാന്ദ്രയിലാണ്. ടൂറിസ്റ്റുകളുടെ തലസ്ഥാനമായ മുംബൈ. നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ബാന്ദ്രയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ്. നഗരത്തിലെ വളരെ തിരക്കേറിയതും അതുപോലെ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ചില വാസ്തുവിദ്യാ രീതികളുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിനുള്ളിലൊരു ആർട്ട് ഗ്യാലറി തന്നെയുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് അകത്ത് ചിത്രീകരിക്കാൻ സാധിക്കില്ല. ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് മൗണ്ട് മേരി ചർച്ചിലാണ്. മുംബൈയിൽ തന്നെ വളരെ പഴക്കം ചെന്ന ഒരു ചർച്ചാണിത്. We receive, we agree, amen. നമ്മളിപ്പോൾ ഉള്ളത് മുംബൈയിലെ തന്നെ പഴക്കം ചെന്ന ഒരു ചർച്ചായ മൗണ്ട് മേരി ചർച്ചിലാണ്. 100 വർഷത്തോളം പഴക്കം ഈ ഒരു പള്ളി കെട്ടിടത്തിനുണ്ട്. മൗണ്ട് മേരി ചർച്ചിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ പ്രതിരൂപത്തിന് 16-ാം നൂറ്റാണ്ട് മുതൽക്കേ അതിൻ്റെ കഥകളുണ്ട്. പോർച്ചുഗീസുകാരുടെ കാലഘട്ടം മുതലുള്ള ഹിസ്റ്ററി എന്താണെന്ന് നമുക്ക് ചെറിയ ഇതായിരുന്നു കണ്ടു നോക്കാം. വിളിച്ചാൽ വിളി കേൾക്കുന്ന കന്യാമറിയമാണ് ഈ ഒരു ചർച്ചിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ ചർച്ചിലേക്കുള്ള നേർച്ച വസ്തുക്കളാണ്. ജോലിയാണോ ഭവനമാണോ പണമാണോ ആവശ്യം, അതിനായിട്ടുള്ള ഇവിടെയുള്ള സാധനം വാങ്ങുക, പള്ളിക്കുള്ളിൽ വെച്ചിരിക്കുന്ന നേർച്ച ഭണ്ഡാരത്തിലേക്ക് നിക്ഷേപിച്ച ശേഷം അവിടെ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കത് സഫലമായി തീരും. മെഴുകുതിരിയൊക്കെ എന്ത് ഭംഗിയാണല്ലേ കാണുവാൻ. 100 വർഷം പഴക്കമാണ് ഈ ഒരു പള്ളി കെട്ടിടത്തിന് നിലവിലുള്ളത്. നമുക്ക് മുന്നിലുള്ളത് പള്ളിക്ക് അഭിമുഖമായി നിൽക്കുന്ന മെഴുകുതിരികൾ തെളിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ വിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചിട്ടുണ്ട്. അറബിക്കടലിന് അഭിമുഖമായി നിൽക്കുന്ന ഈ പള്ളിയിലേക്ക് ഒരുപാട് ആളുകളാണ് പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്നത്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് പുരോഹിതന്മാർ ഇവിടേക്ക് പ്രതിമയെ കൊണ്ടുവരുന്ന സമയത്ത് കടൽക്കൊള്ളക്കാർ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അവിടെ വെച്ച് ഈ പ്രതിമയുടെ ഒരു കരം ഛേദിച്ച് ഇതിനെ വികൃത രൂപമാക്കുകയും ചെയ്തതായിട്ട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. എല്ലാ മതസ്ഥരും ഇവിടെ കടന്നു വരാറുണ്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ പള്ളിക്കുള്ളിലേക്കുള്ള പ്രവേശനം വളരെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു. പള്ളിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിലാണ് ആളുകൾ മെഴുകുതിരികൾ കത്തിക്കാറ്. മാത്രമല്ല ഇതിൻ്റെ ഓരോ സ്തൂപത്തിലും ഓരോ വാചകങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ആദ്യത്തേതിൽ പ്രാർത്ഥനയെന്നും, രണ്ടാമത്തേതിൽ ധ്യാനമെന്നും, മൂന്നാമത്തേതിൽ തപസ്സെന്നും, നാലാമത്തേതിൽ പ്രധാനമായും പീസ് സമാധാനം, അഞ്ചാമത്തേതിൽ ജപമാലയെന്നും,
ആറാമത്തേതിൽ നഷ്ടപരിഹാരമെന്നും ഏഴാമത്തേതിൽ സാക്രിഫൈസ് ത്യാഗമെന്നും സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അതിനുള്ളിൽ ഓരോ ചിത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയാൻ നീ വരൂ. മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ. നൂറ് വർഷം എന്നത് ഇപ്പോഴുള്ള പള്ളി പുതുക്കി പണിതിട്ടാണ്. 1700കളുടെ മധ്യത്തിൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഈ പള്ളി നശിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. എന്തായാലും നല്ല വിശപ്പുണ്ട്. ഇത് അദ്നാൻ ബാന്ദ്രയിൽ തന്നെ ജനിച്ചു വളർന്ന എൻ്റെ ഒരു സുഹൃത്താണ്. ആദ്യം തന്നെ നല്ല ഫുഡ് കിട്ടുന്ന എവിടേക്കെങ്കിലും വണ്ടി വിട്ടോളാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൗണ്ട് മേരി ചർച്ചിൽ നിന്നും മുന്നിലൂടെയുള്ള റോഡിലേക്ക് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ വന്നിറങ്ങുന്നത് തന്നെ അറബിക്കടലിന് അഭിമുഖമായിട്ടാണ്. അവൻ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നി. നമ്മുടെ കൊച്ചിയിൽ മട്ടാഞ്ചേരിയിൽ എത്തിയ അതേ ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അവിടെ വളരെ ശാന്തസുന്ദരമായ, പക്ഷേ പഴയ കാലത്തെ ആ ഒരു പോർച്ചുഗീസ് കാലഘട്ടത്തിലെ കുറേയധികം ഓർമ്മകൾ അല്ലെങ്കിൽ അവശേഷിപ്പുകൾ വിളിച്ചു പോകുന്ന ഒരു സ്ഥലം. നമ്മളിത് വാങ്ങിയെടുത്ത് ഒരുപാട് ചിക്കൻ്റെ സ്പെഷ്യൽസ് ഉണ്ടായിരുന്നു. പക്ഷേ അവരോട് വീഡിയോ എടുത്തോട്ടെ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഈ ആഹാരം വിളമ്പുന്നതിൽ ഒരു മുഹബത്തുണ്ട്. പക്ഷേ ഞാനിത് നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളതിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ മുഹബത്ത് എൻ്റെ മനസ്സിൽ നിന്നും ആ ആഹാരത്തിലേക്ക് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളെ ചിത്രീകരിക്കുക. പക്ഷേ നിങ്ങൾക്കിത് വാങ്ങാതെ ഇരിക്കാം. അങ്ങനെ ഞാൻ വീണ്ടും അവരോട് ചിക്കൻ നൂഡിൽസ് തരുമെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എന്നോട് ചോദിച്ചു, നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ അതോ ഇല്ലയോ, നിങ്ങൾ ആദ്യം അത് ചിന്തിക്കുക, അതിനുശേഷം മാത്രം വാങ്ങുക. പക്ഷേ വളരെ നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റിയാണ് ഈ ഒരു ചിക്കൻ നൂഡിൽസ്. വെറും 50 രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു കണ്ടെയ്നർ നിറയെ ചിക്കൻ നൂഡിൽസ്. ഞാനിപ്പോൾ ഉള്ളത് ബാന്ദ്രയിലാണ്. किधर है? ये बांद्रा में तेरा मच्छी बाजार के आगे. ബാന്ദ്ര മച്ചി ബസാറിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ എന്തായാലും നമ്മുടെ ചിക്കൻ നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞു. കൊള്ളായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റി ആയിരുന്നു. ഇനി നമുക്കിപ്പോൾ അടുത്തടുത്തേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മുംബൈയിലെ തന്നെ ഏറ്റവും കാണാൻ സുന്ദരമായ ഒരു പ്രദേശമായ ബാൻഡസ്റ്റനിലേക്കാണ്. ബാന്ദ്ര ബാൻഡസ്റ്റൻ. അതുപോലെ തന്നെ വർലി മുതൽ ബാന്ദ്ര വരെ വ്യാപിച്ചു കിടക്കുന്ന 5.6 കിലോമീറ്റർ വരുന്ന കടൽപ്പാലം. അത് നമ്മൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്തെന്നാലും അവിടേക്ക് 4 മണിക്ക് മാത്രമേ ഇന്ന് പെർമിഷൻ ഉള്ളൂ. മറ്റൊന്നും കൊണ്ടല്ല, ഇപ്പോഴത്തെ
പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് എൻട്രി മാക്സിമം കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ മാത്രമേ ഇപ്പോൾ എൻട്രി ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് മറ്റെന്തെങ്കിലും വഴിയുണ്ടോ ഉള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോയിലേക്ക് പോയാലും. ഇപ്പോൾ ഈ നടവഴിയുടെ ഇടതുഭാഗത്ത് താജ് ഹോട്ടലും വലതുഭാഗത്ത് ബാൻഡിസ്റ്റൻ ഗാർഡനുമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ബാന്ദ്ര വർലി സീലിംഗ് കാണാം. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും.